ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ജൻവാണി 90.8 FM. അടുത്തതായി കുങ്കുമച്ചെപ്പ് വനിതാ ശ്രോതാക്കൾക്കായുള്ള പരിപാടി കേൾക്കാം. FM ബാൻഡിൽ ഇത് 90.8 MHz. കുങ്കുമച്ചെപ്പ്. സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം കുങ്കുമച്ചെപ്പ്. എല്ലാവർക്കും നമസ്കാരം. കുങ്കുമച്ചെപ്പിൽ അടച്ചു വെച്ച ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുറന്നു വയ്ക്കുകയായി. ഇത് കുങ്കുമച്ചെപ്പ് ലക്കം 9 സാറ്റർഡേ എഡിഷൻ. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം സ്നേഹയാണ്. മഴയൊക്കെ നന്നായി അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട് അല്ലെ? ചൂടിൽ നിന്നും അല്പം രക്ഷയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്നാലും മഴയൊക്കെ ഇങ്ങനെ തകർത്തു പെയ്യുമ്പോ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ മടിയുള്ളവരാണ് നമ്മളിൽ പലരും. ഇന്ന് എന്റെ പ്രിയ ശ്രോതാക്കൾക്കായി ഞാൻ കുങ്കുമച്ചെപ്പിലൂടെ അവതരിപ്പിക്കുന്നത് വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീരത്നങ്ങളെ കുങ്കുമച്ചെപ്പിൽ ഞങ്ങൾ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി വരികയാണല്ലോ. അപ്പോ ഇന്നത്തെ ഈ സെഗ്മെന്റിൽ ഞാൻ കുങ്കുമച്ചെപ്പിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാധ്യമ പ്രവർത്തനം നടത്താൻ സ്ത്രീകൾ മടിച്ചിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു കേട്ടോ. അക്കാലത്ത് ധൈര്യസമേതം കടന്നു വന്ന് ശ്രദ്ധ നേടിയ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ലീല മേനോൻ. ലീല മേനോനാണ് ഇന്നത്തെ ഈ കുങ്കുമച്ചെപ്പിലെ സ്ത്രീ പ്രതിപാദ്യം. അതെ, ലീല മേനോൻ തപാൽ വകുപ്പിലായിരുന്നു ആദ്യം ജോലി ചെയ്തത്. കേരളത്തിലെ ആദ്യ വനിതാ ടെലിഗ്രാഫ് ഓഫീസർ എന്ന തന്നെ കുറിച്ചുള്ള പ്രേമ വിശ്വനാഥന്റെ ലേഖനം കണ്ട് ആവശ്യത്തിലായ ലീല എങ്ങനെ പത്രപ്രവർത്തകയാകാമെന്ന് അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ പത്രപ്രവർത്തന കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ചു. 40ാമത്തെ വയസ്സിലാണ് ലീല മേനോൻ പത്രപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. ഗോൾഡ് മെഡൽ നേടി മാധ്യമ പഠനം പൂർത്തിയാക്കിയായിരുന്നു മാധ്യമ പ്രവർത്തന രംഗത്തേക്കുള്ള അവരുടെ വരവ്. 1932 ഏകദേശം ആ കാലയളവിൽ തന്നെയാണ് എറണാകുളം വെങ്ങോല തുമ്മാരുകുടി വീട്ടിൽ പാലക്കോട്ട് നീലകണ്ഠൻ കർത്താവിന്റെയും ജാനകി അമ്മയുടെയും മകളായി പിറന്നത്. വെങ്ങോല പ്രൈമറി സ്കൂളിലും പെരുമ്പാവൂർ ഇംഗ്ലീഷ് സ്കൂളിലും ഹൈദരാബാദ് നൈസാം കോളേജ് എന്നിവിടങ്ങളിലും തന്റെ വിദ്യാഭ്യാസം അവർ പൂർത്തിയാക്കി. 1948 17ാം വയസ്സിലാണ് പോസ്റ്റ് ഓഫീസിൽ ടെലിഗ്രാഫറായി ജോലി നേടിയത്. ആദ്യം ഹൈദരാബാദിലും പിന്നീട് കൊച്ചിയിലുമായിരുന്നു നിയമനം. ഏകദേശം 1978 ഇന്ത്യൻ എക്സ്പ്രസ് ദില്ലി ബ്യൂറോയില് സബ് എഡിറ്ററായിട്ട് ജോലിക്ക് പ്രവേശിക്കുന്നത്. പിൽക്കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ കൊച്ചി, കോഴിക്കോട് എന്നീ ബ്യൂറോകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ലീല മേനോൻ. കേരള മിഡ് ഡേ ടൈം, അതുപോലെ കോർപ്പറേറ്റ് ടുഡേ എന്നിവയിൽ എഡിറ്ററായി. ഔട്ട്ലുക്കും, ദ ഹിന്ദു, വനിത, മലയാളം മുതലായവയിൽ കോളമിസ്റ്റ് ആയിരുന്നു. ഹൃദയപൂർവ്വം, നിലയ്ക്കാത്ത സിംഫണി എന്നിവ ലീല മേനോന്റെ കൃതികളാണ്. ഭർത്താവ് പരേതനായ മുണ്ടിയടത്ത് മേജർ ഭാസ്കര മേനോനാണ്. ഇന്ത്യൻ മാധ്യമ മേഖലയിൽ മറ്റൊരു സ്ത്രീക്കും കഴിയാത്ത നേട്ടങ്ങളുടെ ഉടമയാണ് ലീല മേനോൻ. അതെ, ലീല മേനോന്റെ വാർത്തകൾ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എയർ ഹോസ്റ്റസുകൾക്ക് വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സംഭവമാണ് ശ്രദ്ധയാകർഷിച്ച ആദ്യ റിപ്പോർട്ട്. പിന്നെ സൂര്യനെല്ലി കേസ്, വിതുര പെൺവാണിഭം, സംസ്ഥാനത്തെ എയ്ഡ്സ് രോഗബാധ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതും ലീല മേനോനാണ്. ഹൃദ്രോഗവും പക്ഷാഘാതവും പിന്നീട് അർബുദവും അതൊക്കെ ലീല മേനോനെ തന്റെ ആരോഗ്യസ്ഥിതിയെ ബാധിച്ചെങ്കിലും അവർ ഒട്ടും തളർന്നില്ല.
വൈദ്യശാസ്ത്രം 6 മാസത്തെ ആയുസ് പറഞ്ഞപ്പോൾ മരിക്കാൻ സമയമായിട്ടില്ലെന്നും ഇനിയുമേറെ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോ എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ലീല മേനോൻ എന്ന ധീരവനിതയുടെ കഥ കേട്ടല്ലോ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുങ്കുമച്ചെപ്പ്. ഇത് സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം. കുങ്കുമച്ചെപ്പ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സാല കിഡ്സ് വേൾഡ്, കിണവക്കൽ, കൂത്തുപറമ്പ്. കിഡ്സ് വെയർ, ബേബി കോസ്മെറ്റിക്സ്, ടോയ്സ്, ആക്സസറീസ് എല്ലാം ഒരു കുടക്കീഴിൽ. സാല കിഡ്സ് വേൾഡ്. ന്യൂബോൺ ബേബി മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ മൾട്ടി ബ്രാൻഡ് അക്സസറീസും സാല കിഡ്സ് വേൾഡിൽ ലഭിക്കുന്നു. സാല കിഡ്സ് വേൾഡ്, കിണവക്കൽ, കൂത്തുപറമ്പ്. സാല കിഡ്സ് വേൾഡ്. ശബ്ദ പ്രക്ഷേപണ മേഖലയിൽ സുവർണമുദ്ര ചാർത്തിയ ജൻവാണി 90.8 FM 9 വർഷങ്ങൾ വിജയകരമായി പിന്നിട്ടിരിക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ ജൻവാണിയെ നെഞ്ചിലേറ്റിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും 1000 നന്ദി രേഖപ്പെടുത്തട്ടെ. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ജൻവാണി കേൾക്കാൻ ഇപ്പോൾ ഓൺലൈനിലും ലഭ്യമാണ്. ഓൺലൈൻ ലിങ്ക് ലഭിക്കാൻ 8714149000 എന്ന വാട്സപ്പ് നമ്പറിൽ ഓൺലൈൻ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് മെസ്സേജ് അയക്കൂ. ജൻവാണി 90.8 FM മലയാളത്തിന്റെ മധുര തരംഗം. നമ്പർ ഒരിക്കൽ കൂടി 8714149000. ജൻവാണി 90.8 FM ശബ്ദപ്രക്ഷേപണത്തിന്റെ നാട്ടുപൊലിമയിൽ കേരളക്കരയുടെ കൊടിയടയാളം. കുങ്കുമച്ചെപ്പ് തുടരുന്നു. കുങ്കുമച്ചെപ്പ്. വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും. ചില വ്യക്തികൾക്ക് ദീർഘകാലമായി വിട്ടുമാറാത്ത ക്ഷീണം ഉണ്ടാകാറുണ്ട് കേട്ടോ. വിദഗ്ധ ഡോക്ടർമാരെ കാണിച്ചിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പരിശോധനകളും ടെസ്റ്റുകളും ചികിത്സകളും ഒക്കെ ചെയ്തിട്ടും ക്ഷീണം മാറാതെ തുടരുന്നുണ്ട്. ക്ഷീണം നിത്യജീവിതത്തിലെ പ്രവൃത്തികളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യാനോ അതുപോലെ സാമൂഹിക ബന്ധങ്ങളിൽ ഊർജ്ജസ്വലമായി സഹകരിക്കാനോ കഴിയാതെ ഇക്കൂട്ടർ നിരാശരായി മാറാറാണ് പതിവ്. ഗുരുതരമായ ഒരു മാറാവ്യാധി തങ്ങളെ പിടികൂടിയെന്ന് ഇവർ ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും എപ്പോഴും. മധ്യവയസ്കരിലായാലും വയോജനങ്ങളിലായാലും വ്യാപകമായി കാണപ്പെടുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നൊരു പേരുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ക്രോണിക് ഫാറ്റിഗ് സിൻഡ്രം എന്നാണ് പറയുന്നത്. സമൂഹത്തിലെ 1% ആളുകൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അവസ്ഥ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. എന്നാ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്റെ പ്രിയ ശ്രോതാക്കൾ എന്ന് ശ്രദ്ധിച്ചാലും. ശ്രദ്ധക്കുറവ്, ഏകാഗ്രതയില്ലായ്മ, മറവി, തൊണ്ടവേദനയും ഇടയ്ക്കിടെ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയും, ആവർത്തിച്ചു വരുന്ന തലവേദന, കഴുത്തിലെ ഭാഗത്തും കക്ഷത്തിലും കഴലവീക്കം, അകാരണമായ പേശീവേദനയും സന്ധിവേദനയും, കിടക്കയിൽ നിന്ന് എണീക്കുമ്പോഴോ അത് കസേരയിൽ നിന്ന് എണീക്കുമ്പോഴോ തലചുറ്റൽ അനുഭവപ്പെടുക, അസ്വസ്ഥമായ ഉറക്കം, പലപ്പോഴും രാവിലെ ഉണരുമ്പോൾ ഉറക്കം തൃപ്തികരമായില്ല എന്നൊരു തോന്നൽ, ചെറിയ തോതിൽ ആയാസകരമായ കാര്യങ്ങൾ ചെയ്താൽ പോലും കഠിനമായ ക്ഷീണം, പലപ്പോഴും വായന, കണക്കുകൂട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും വലിയ ക്ഷീണം അനുഭവപ്പെടുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ഈ അവസ്ഥ നിർണയിക്കാനായി വ്യക്തമായ മാനദണ്ഡങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലക്ഷണങ്ങൾ ശ്രദ്ധക്കുറവും മറവിയും, പിന്നെ ചലിക്കുമ്പോൾ വഷളാകുന്ന തലചുറ്റലുമാണ് കേട്ടോ. ഈ അവസ്ഥയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന ക്ഷീണം നേരത്തെ ചെയ്തിരുന്ന സ്വാഭാവികമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്ത വിധം അവശരാക്കുന്നുണ്ടാകാം. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ തുടർച്ചയായി 6 മാസമെങ്കിലും നീണ്ടു നിൽക്കുകയും ജോലി ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുകയും ചെയ്താൽ
ഈ അവസ്ഥ ഉണ്ടെന്ന് ന്യായമായും സംശയിക്കാം. വൈറസ് അണുബാധ എന്തുകൊണ്ടാണ്? പല ആളുകൾക്കും വൈറൽ പനി ബാധിച്ച ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. COVID-19 അടക്കം ഏതുതരം വൈറൽ പനി വന്നാലും അതിനുശേഷം ഈ ലക്ഷണങ്ങൾ ചിലരിൽ കാണപ്പെടാറുണ്ട്. അതെ, എങ്കിലും എപസ്റ്റീൻ ബാർ വൈറസ്, ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് എന്നീ വൈറസുകളുടെ ബാധയെ തുടർന്നാണ് ഇത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ ദുർബലമായ രോഗപ്രതിരോധ വ്യവസ്ഥിതി, അതും ഇതിനൊരു പ്രധാന കാരണമാണ്. പൊതുവെ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ തകരാറുകളുള്ള വ്യക്തികളിലാണ് ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത്. പിന്നീട് ഹോർമോൺ തകരാറുകൾ മറ്റൊന്നാണ്. തലച്ചോറിലെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, വയറ്റിലെ അഡ്രീനൽ ഗ്രന്ഥി എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ഹോർമോണുകളുടെ തകരാറുകൾ മൂലവും ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരിക മാനസിക സമ്മർദ്ദവും, കഠിനമായ മാനസിക വൈകാരിക സമ്മർദ്ദമോ ശാരീരികമായ പരുക്കുകളോ ചില ശസ്ത്രക്രിയകളുടെ ബാക്കി പത്രമായോ ഈ അവസ്ഥ ചില വ്യക്തികളിൽ ഉണ്ടാകാറുണ്ട്. ഈ അവസ്ഥയെ തുടർന്ന് പലതരത്തിലുള്ള ജീവിതശൈലി പരിമിതികളും വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യാൻ പ്രയാസമുണ്ടാവുക, അതുപോലെ സാമൂഹികമായ ഒറ്റപ്പെടൽ എന്നിവയും ഇതിന്റെ പരിണിത ഫലമായി ഉണ്ടാകാറുണ്ട്. ഉറക്കക്കുറവും അമിതമായ ഉത്കണ്ഠയും വിഷാദരോഗം ഇങ്ങനെ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ഇതിന്റെ സങ്കീർണതകളായി ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. എന്താ ഇതിനൊക്കെയുള്ള പരിഹാരം എന്നറിയോ? മരുന്നുകളും ചില മനഃശാസ്ത്ര ചികിത്സകളും ജീവിതശൈലി ക്രമീകരണങ്ങളും വഴി ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലെ ചില രാസവ്യതിയാനങ്ങളെ തിരുത്താൻ സഹായിക്കുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ ഈ അവസ്ഥയ്ക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും ഉറക്കം ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും ചില വ്യക്തികളിൽ ഏറെ പ്രയോജനം ചെയ്യാറുണ്ട്. പക്ഷെ ചിലർക്ക് തലചുറ്റൽ പ്രധാന ലക്ഷണമായതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ ആവശ്യമായ ചികിത്സയും നൽകേണ്ടി വരാം. ഈ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില ഔഷധങ്ങളും ഇവർക്ക് പ്രയോജനപ്പെട്ടേക്കാം കേട്ടോ. ശരീരഭാഗങ്ങളിലെ വേദന ചില വ്യക്തികളിലെങ്കിലും അസഹനീയമാകുമ്പോൾ തലച്ചോറിലെ രാസവ്യതിയാനങ്ങൾ പരിഹരിച്ച് വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന കേന്ദ്രീകൃത വേദന സംഹാരികൾ വേദന ഇല്ലാതാക്കാൻ ഏറെ പ്രയോജനം ചെയ്യാറുണ്ട്. അതുപോലെ ഈ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന റിലാക്സേഷൻ വ്യായാമങ്ങളുണ്ട്. അതും വളരെയധികം ഉപകാരപ്പെടാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കാപ്പിയും ചായയും ഒഴിവാക്കുകയും ഒറ്റയ്ക്കിരിക്കാതെ കഴിയുന്നതും നമുക്ക് സന്തോഷം നൽകുന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഇനി എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ മറക്കല്ലേ. കുങ്കുമച്ചെപ്പ്, സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം കുങ്കുമച്ചെപ്പ്. നുറുങ്ങുകൾ. നുറുങ്ങുകളുമായി ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ആർജെ നിമ്മി. ഇന്നത്തെ നുറുങ്ങുകളിൽ നമുക്ക് കാപ്പിയെ കുറിച്ച് മനസ്സിലാക്കാം. ലോകത്തിൽ എല്ലാ സ്ഥലത്തും ലഭിക്കുന്ന ഒരേ ഒരു പാനീയമാണ് കാപ്പി. ലോകത്തിൽ വെച്ച് വിൽപ്പനയുടെ നിലവാരത്തിൽ 4ാം സ്ഥാനമാണ് കാപ്പിക്കുള്ളത്. 125 രാജ്യങ്ങളിൽ കാപ്പി ഇഷ്ടപ്പെടുന്നവരാണ് 95% എന്ന് വേണം പറയുവാൻ. കാപ്പിച്ചെടിയുടെ ജന്മഭൂമി അറേബ്യ ആണെന്ന് കരുതുന്നു. 1695 ഭാരതത്തിൽ കാപ്പി കൃഷി തുടങ്ങിയത്. മക്കയ്ക്ക് ഹജ്ജിന് പോയി തിരിച്ചു വന്നൊരു തീർത്ഥാടകനാണ് കാപ്പിച്ചെടി ഭാരതത്തിൽ കൊണ്ടുവന്നത്. 1841 മൈസൂരിൽ ആദ്യമായി കാപ്പിത്തോട്ടം വച്ചുപിടിപ്പിച്ചത്. കാപ്പിയുടെ ഉത്തേജന സ്വഭാവത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന ആൽക്കലോയിഡ് ആണ്. ഓരോ തരം കാപ്പിയിലും കഫീനിന്റെ തോത് വ്യത്യസ്തമായിരിക്കും. റോബസ്റ്റ കാപ്പിയിലാണ് ഏറ്റവും കൂടുതൽ കഫീൻ അടങ്ങിയിട്ടുള്ളത്. ശ്വാസം മുട്ട് ഉണ്ടാകുമ്പോൾ പാലൊഴിക്കാത്ത ചൂടുള്ള കാപ്പിയിൽ സ്വല്പം എപ്സം സാൾട്ട് ചേർത്ത് കഴിച്ചാൽ ഉടനെ ശ്വാസമുട്ടിന് ആശ്വാസം ലഭിക്കും. പുകവലി നിർത്താൻ കാപ്പിയിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിച്ചാൽ മതി. വയമ്പ് അരച്ച് 1 ഗ്രാം ചൂടുള്ള കാപ്പിയിൽ ചേർത്ത് കഴിക്കുക. ഭാഗവതർമാർക്ക് ഉച്ചസ്ഥായിയിൽ ശബ്ദം അടയാതിരിക്കുന്നതിന് ഇത് നല്ലതാണ്. പാടാൻ തുടങ്ങുന്നതിന് മുൻപ് അല്പം ഈ വയമ്പ് കാപ്പി കുടിച്ചാൽ ശബ്ദമാധുര്യം ലഭിക്കും. മധുരമുള്ള കാപ്പി ഉറക്കക്കുറവിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ പാൽ
കാപ്പി കഫീനിന്റെ ദോഷവശത്തെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാൽ ചേർത്ത കാപ്പിയാണ് ഏറ്റവും ഉത്തമം. കാപ്പി കുടിച്ചതിന് ശേഷം പുക വലിക്കുന്നത് അത്ര ആശ്വാസമല്ല. കാപ്പി അധികമായി കുടിച്ചാൽ അർബുദം, പ്രമേഹം തുടങ്ങിയ മാരക രോഗങ്ങൾ പിടികൂടുമെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുമുണ്ട്. ഇംഗ്ലീഷിലുള്ള കോഫി എന്ന പദത്തിന്റെ തൽഭവമാണ് കാപ്പി എന്നത്. സംസ്കൃതത്തിൽ പീരു എന്ന് പറയുന്നു. ഇത് റൂബിയേസി സസ്യകുലത്തിൽ പെടുന്നു. ഇന്നത്തെ കുങ്കുമച്ചെപ്പിന്റെ സമയം അവസാനിക്കാറാവുകയാണ്. അതിനു മുമ്പ് രഞ്ജിനി എഴുതി ബിജു ഭാസ്കർ ആലപിക്കുന്ന ഒരു കവിത കേൾക്കൂ. അമ്മേ കുളങ്ങരെ വാഴും മഹേശ്വരി, അമ്മേ ജഗന്മയി കാർത്യായനി. അമ്മേ കുളങ്ങരെ വാഴും മഹേശ്വരി, അമ്മേ ജഗന്മയി കാർത്യായനി. തീർത്ഥക്കുളത്തിൽ നീരാടിയ വിടുത്തെ തിരുമുന്നിൽ കൈകൂപ്പി നിന്ന നേരം, അമ്മ തൻ വാത്സല്യം ഒരു നറു തെന്നലായി അലിവോടെ നെറുകിൽ തലോടി മാഞ്ഞു. അമ്മേ കുളങ്ങരെ വാഴും മഹേശ്വരി, അമ്മേ ജഗന്മയി കാർത്യായനി. നിറദീപം തന്നിൽ വിളങ്ങുന്നൊരമ്മേ, തെളിയണമേ ഹൃത്തിൽ നിന്റെ രൂപം. അലിവോടെയെന്നുമേ അകതാരിലൊഴുകേണം ആനന്ദരൂപേ നിന്റെ നാമം. കൈലാസനാഥന്റെ ചാരേയിരിക്കുന്ന കൈവല്യദായിനി ലോകനാഥേ, അന്നപൂർണേശ്വരിയാദി പരാശക്തി, അമ്മേ കുളങ്ങരെ വാഴുമമ്മേ, അമ്മേ കുളങ്ങരെ വാഴുമമ്മേ. അമ്മേ കുളങ്ങരെ വാഴും മഹേശ്വരി, അമ്മേ ജഗന്മയി കാർത്യായനി. ഓംകാരപ്പൊരുൾ തേടും ഭക്തന്റെ ചിത്തത്തിൽ ഒളി തൂകുമക്ഷരരൂപിണിയേ, താങ്ങായി തണലായി അറിവിന്നുറവായി അകതാരിൽ നിറയേണമംബികേ നീ. അമ്മേ കുളങ്ങരെ വാഴും ജഗദീശേ, അമ്മേ മഹാമായി കാത്തിടേണേ. അമ്മേ കുളങ്ങരെ വാഴും മഹേശ്വരി, അമ്മേ ജഗന്മയി കാർത്യായനി. തീർത്ഥക്കുളത്തിൽ നീരാടിയ വിടുത്തെ തിരുമുന്നിൽ കൈകൂപ്പി നിന്ന നേരം, അമ്മ തൻ വാത്സല്യം ഒരു നറു തെന്നലായി അലിവോടെ നെറുകിൽ തലോടി മാഞ്ഞു. അമ്മേ കുളങ്ങരെ വാഴും മഹേശ്വരി, അമ്പേ ജഗന്മയി കാർത്യായനി. അമ്മേ ശരണം നീ നിത്യം, അമ്മേ ശരണം നീ നിത്യം. രഞ്ജിനി എഴുതി ബിജു ഭാസ്കർ ആലപിച്ച ഒരു കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. അപ്പോ ഇന്നത്തെ കുങ്കുമച്ചെപ്പിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത ദിവസം കുങ്കുമച്ചെപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും വരെ ബൈ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്നേഹയാണ്. കുങ്കുമച്ചെപ്പ് സ്ത്രീ സൗഹൃദത്തിന്റെ ശബ്ദ അടയാളം. കൂടെ ഞങ്ങൾ സ്നേഹ സംജിത്ത്.
നിമ്മി മുകുന്ദൻ. കുങ്കുമച്ചെപ്പ് നിർവഹണം അംബിക മോഹൻ, കോടിയേരി.